പേടിയുണ്ടെങ്കിൽ ഞാനും കൂടെ വന്ന് കിടക്കാന്ന് ചേച്ചി പറയുന്നുണ്ട്. ഇല്ല വേണ്ട, നിങ്ങൾ പോയിക്കോ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, പിന്നെന്തിനു പേടിക്കാനെന്നും പറഞ്ഞിട്ട് അനിയത്തി അവളുടെ മുറിയിലേക്ക് പോകും. ചേച്ചിയും കെട്ടിയോനും അടുത്തുള്ള വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഈ ലോക്കൽ റഷ്യൻ പോലീസിനെ കാണാൻ 2 ഫോറിൻ പോലീസുകാർ വരുന്നുണ്ട്. അതിലൊരു പോലീസുകാരൻ പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അതെന്റെ ഇൻവെസ്റ്റിഗേഷന് സഹായിക്കും. ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പോൺ ഫിലിം കണ്ടു, അതിലെ വിക്ടിമിനെ കൊല ചെയ്യുകയും ചെയ്തു എന്നാണെങ്കിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഇവിടെ നിന്നായിരിക്കണം ആരംഭിച്ചത്. അപ്പൊ മൂത്ത ഓഫീസർ ആ കേസിനെ പറ്റി വിശദമായിട്ട് പറയാൻ ഇളയ ഓഫീസറോട് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയും, ഞങ്ങളൊരു ഇന്റർനാഷണൽ പോണോഗ്രഫി പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പോണോഗ്രഫി എല്ലാം ഈ നാട്ടിൽ വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഫിലിമിലെ സെക്ഷൽ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൽ അഭിനയിച്ച പെണ്ണിനെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ അവർ കൊല്ലുന്നു. ഇത് പൂർണ്ണമായി ഷൂട്ട് ചെയ്ത് അതിന്റെ കാസറ്റ് ലോകത്തുള്ള ബ്ലാക്ക് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുന്നു. അതിലെ വിക്ടിംസ് എല്ലാം തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടാവില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. സോ ഇത് മേക്ക് ചെയ്യുന്നവർക്ക് അവരെ കൊല്ലുക എന്നത് എളുപ്പമാണ്. ഈ വലിയ മാഫിയയ്ക്ക് പിന്നിലുള്ള ആളുടെ പേര് ദ റീപ്പർ എന്നാണ്. എന്നാൽ ആ ആളെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. നമ്മൾ ഇപ്പൊ കാണുന്ന റീൽസിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കേസിന് വളരെ സഹായമാകും. ഇതും പറഞ്ഞിട്ട് അവര് ആ പോലീസുകാർ കൊണ്ടുവന്ന റീൽസ് ഇരുന്ന് കാണാൻ തുടങ്ങുന്നു. പുതിയ ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ല, പഴയ ഒറിജിനൽ ഫിലിം റീൽസ്. ഈ സമയത്ത് കുളിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ഹീറോയിനൊരു കോള് വരുന്നു. അവൾക്ക് ഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. അതിൽ ആൻസർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആൻസറിനനുസരിച്ചിട്ടുള്ള വോയിസ് ഫോണിൽ കൂടെ എതിർഭാഗത്തുള്ള ആൾക്ക് കേൾക്കും. ആരോ വിളിച്ചിട്ടുണ്ട്. ഇവള് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു, പക്ഷെ മറുപടിയില്ല. ഫോൺ കട്ട് ചെയ്യുന്ന സമയം ഇവൾ അപ്പാർട്ട്മെന്റിന് എതിർഭാഗത്തായി ഒരു വായി നോക്കി ഇരിപ്പുണ്ടാവും. അയാൾ ഈ പെണ്ണ് വരുന്നതും കാത്ത് ബൈനോക്കുലറും വെച്ച് അവിടെ ഇരിപ്പാണ്, ഇവളെ സീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീ എന്നെ കാണണ്ടടാന്ന് പറഞ്ഞിട്ട് ഇവള് കർട്ടൻ ക്ലോസ് ചെയ്യും. വീണ്ടും കട്ട് ചെയ്ത പോലീസുകാരെ കാണിക്കുന്നു. നമ്മുടെ ആ പുതിയ വന്ന അമേരിക്കൻ പോലീസ്. അയാൾ സീനിയറോട് പറയാണ്, ഇതിനു മുന്നേ ഒരു കാസറ്റിൽ മരത്തിൽ കെട്ടിവെച്ച ഒരു പെണ്ണിന്റെ കൈകാലുകൾ അവൾ ജീവനോടുള്ളപ്പോൾ തന്നെ വെട്ടിമാറ്റപ്പെട്ടു. എനിക്കിപ്പോഴും ആ സീൻ കണ്ണീന്ന് മാഞ്ഞു പോകുന്നില്ല. മരിക്കാൻ പോകുമെന്നറിഞ്ഞ ആ പെണ്ണിന്റെ കണ്ണുകളിലെ ടെറർ, അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവന്മാരെ തടഞ്ഞേ മതിയാകും. ഇതും പറഞ്ഞിട്ട് പോലീസുകാരിരുന്ന് ആ റീല് മൊത്തം കാണുന്നു. എന്നാൽ നമ്മുടെ ചേട്ടൻ ഡയറക്ടർ ഷൂട്ട് ചെയ്ത ആ പെണ്ണിന്റെ അസാധ്യ അഭിനയ വീഡിയോ മാത്രമേ ഇവർക്ക് കാണുന്നുള്ളൂ. വേറൊന്നും ആ റീൽസിലില്ല. ഇവര് റീല് കണ്ടു കഴിഞ്ഞ് ചേട്ടൻ ഡയറക്ടർ വിളിച്ചു പറയും, ആ റീൽസിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഊളപ്പടം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട ഡയറക്ടർ ഭാര്യയോട് ചേച്ചിയോട് പറയുന്നു, നമ്മൾ സംശയിച്ചൊക്കെ വെറുതെ ആയിരുന്നു, ആ റീൽസിനകത്ത് പേടിപ്പിക്കുന്നൊന്നും തന്നെ ഇല്ലത്രേ, നമ്മൾ ഷൂട്ട് ചെയ്ത അടിപൊളി സിനിമ മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസുകാർ പറയുന്നത്. നീ ടെൻഷൻ അടിക്കാതെ കിടന്നോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കിടക്കും. പക്ഷെ ചേച്ചിക്ക് ഒരു സമാധാനമില്ല. അവൾ അനിയത്തിയെ വിളിച്ച് അവിടെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അനിയത്തി, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ വന്ന് സെറ്റിലായിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, നിങ്ങൾ കിടന്നോന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ കഥകിൽ ആരോ മുട്ടുന്നുണ്ട്. അവൾ 1 മിനിറ്റ് എന്റെ കഥകിൽ ആരോ മുട്ടുന്നു, ഞാൻ ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മെല്ലെ ചെന്ന് കഥകിലെ ഹോളിൽ കൂടെ പുറത്തേക്ക് നോക്കും. ആരെയും കാണുന്നില്ല. കാണുന്നില്ലെങ്കിൽ തന്നെ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. പക്ഷെ ഈ പെണ്ണ് ചെയിൻ ലോക്ക് വിട്ട് മെല്ലെ തുറന്നു നോക്കുക കഥക്. എന്തിനാണ് ആ പണി ചെയ്യാൻ പോയത്? എന്നാലേ വില്ലൻ അകത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോഴല്ല സീൻ ഒന്നുകൂടെ രസാവുക. ഈ രണ്ടാം വില്ലൻ കഥക് തുറക്കടി എന്ന് പറഞ്ഞ് അവന്റെ ഒരു ഷൂ ഇട്ട കാല് ഈ കഥകിനിടയിൽ കൊണ്ടുവന്ന് വയ്ക്കും, അവൾക്ക് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ. ഈ സമയത്തും ചേച്ചി ഫോൺ ലൈനിൽ തന്നെയുണ്ട്. അവൾക്ക് പൂർണ്ണമായി ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ അനിയത്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് വില്ലൻ കട്ടിംഗ് പ്ലെയർ വെച്ച് ഈ ചെയിന് കട്ട് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ പെണ്ണ് മ്യൂട്ട് ആണെങ്കിലും ധൈര്യശാലിയാണ്. എന്തായാലും വിട്ടുകൊടുക്കില്ല അവൾ അടുത്തുള്ള സ്റ്റൂൾ എടുത്ത് ഇവന്റെ കാലിലേക്ക് ആഞ്ഞിടും. അയാൾ വേദന കൊണ്ട് കാല് വലിക്കുമ്പോൾ കഥക് ഇവള് വലിഞ്ഞടക്കിയാണ്. അപ്പോഴേക്കും ചേച്ചിക്ക് മനസ്സിലായി അവിടെ സീൻ വഷളാണെന്ന്. അവൾ ഉടനെ അനിയത്തിയുടെ റൂമിലേക്ക് പുറപ്പെടുന്നു. ഈ നേരത്ത് കഥകടച്ച് അനിയത്തി ഓടി വന്ന് ചേച്ചിക്ക് മെസ്സേജ് വിടുകയാണ്, കാരൻ പോലീസിനെ വിളിക്കൂ, ഞാൻ അപകടത്തിലാണ്. പക്ഷെ ചേച്ചിയാണെങ്കിൽ കോള് കട്ട് ചെയ്ത് ഇവളുടെ അടുത്തേക്ക് വരല്ലേ, എന്താ സംഭവിക്കണേന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും വില്ലൻ ഡ്രില്ലർ വെച്ച് കഥക് തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പെണ്ണ് നേരിട്ട് പോലീസിനെ വിളിക്കും. എന്നിട്ട് അവളുടെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള സൗണ്ട് വെച്ച് അവരോട് സംസാരിക്കാൻ നോക്കുന്നു. അവർക്കാണെങ്കിൽ നേരെ ചൊവ്വയുള്ള ഇംഗ്ലീഷിന് അറിയില്ല. അപ്പോഴാണ് ഓട്ടോമാറ്റിക് വോയിസ്. ഇവള് പറയുന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. പെണ്ണ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു കത്തി എടുത്തോണ്ട് വന്ന് അടുത്ത് വെച്ചിട്ട് വീണ്ടും പോലീസിനെ വിളിക്കുക. അവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി പോലീസിന്റെ സഹായം നോക്കിയിട്ട് കാര്യമില്ല. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലായി തന്നെ അവർ വരാൻ ഒരുപാട് സമയമെടുക്കും. ഇനി ആകെ കോണ്ടാക്ട് ഉള്ളത് ആ എതിർ വീട്ടിലെ വായി നോക്കിയ. ഇവൾ ഓടി വന്ന് കർട്ടൻ തുറന്ന് തന്റെ ഡ്രസ്സ് അഴിച്ച് അവന് കാണിച്ചു കൊടുക്കും, അവന്റെ ശ്രദ്ധ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ അരപ്രാന്തനാണെങ്കിൽ ഇത്രയും നേരം ഇങ്ങോട്ട് നോക്കിയിരുന്നവൻ ഇപ്പൊ വേറെന്തോ കാണാൻ വേണ്ടി വേറെ ഏതോ വഴി പോയി. ഇവള് വീണ്ടും വന്ന് ഹോട്ടലിലെ ആൾക്കാരെ വിളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും കില്ലർ ഡോറ് പൊളിച്ചകത്ത്
മുറിയിൽ കയറി കഴിഞ്ഞു. ഇവള് കയ്യിലെ കത്തി കാണിച്ച് അവനെ കുറച്ചു സമയം അകറ്റി നിർത്തും. എന്നിട്ട് അവന് നേരെ കത്തി വലിച്ചെറിഞ്ഞ് അടുക്കളയിലേക്ക് ഓടിപ്പോവാ. കില്ലർ അവിടെയും പുറകെ ചെല്ലുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് കിട്ടിയ കുറെ ആയുധങ്ങൾ ഇവൾ അവന് നേരെ വലിച്ചെറിയും. അവൻ വിട്ടുകൊടുക്കില്ല. ഇവളെ കാലി കയറി പിടിക്കുന്നുണ്ട്. ഒരു ഫ്ലവർ പോട്ട് എടുത്ത് അവന്റെ തലയ്ക്കടിച്ച് ഇവള് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിൽക്കുമ്പോൾ ആ ക്യാമറ കില്ലർ വരുന്നുണ്ട്. അവന്റെ നിന്ന് രക്ഷപ്പെട്ടവള് അവളെ തന്നെ ബാത്റൂമിൽ കയറി ഒളിക്കും. അവിടെ നിന്ന് സുരക്ഷയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോൾ 2 ഷേവിംഗ് സെറ്റ്. ഇതുകൊണ്ട് ഇങ്ങനെ 2 പേരെ കൊല്ല. കുറെ നേരം ഷേവ് ചെയ്താൽ മരിച്ചു പോവോ. അതവള് വലിച്ചെറിഞ്ഞ് മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോഴേക്കും കില്ലർ കതവിലൊരു ഓട്ടയുണ്ടാക്കി അത് അകത്തുനിന്ന് തുറക്കാൻ നോക്കുക. ഇവൾ ആ കയ്യിലേക്ക് ബ്രഷ് കൊണ്ട് ആഞ്ഞടിക്കും. അപ്പൊ അവൻ കൈ തിരിച്ച് വലിച്ചിട്ട് കതവ് ഓടി വന്ന് ഇടിച്ചു പൊളിയാൻ നോക്കുക. ഇത് മനസ്സിലാക്കിയ നമ്മുടെ പെണ്ണ് ഓൾഡ് ടെക്നിക്ക്, മുട്ടാൻ വരുമ്പോ കതവ് തുറന്നു കൊടുക്കില്ലേ, ആ പരിപാടി ചെയ്യും. അവന് വന്ന വേഗത്തിൽ നിൽക്കാൻ കഴിയാതെ ചുവരിലിടിച്ച് ബാത്ത് ടബിലേക്ക് വീഴാണ്. വെള്ളത്തിലേക്ക് വീണ ആളുടെ മേത്തേക്ക് ഹെയർ ഡ്രയർ എടുത്തിട്ട് അതിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് അടിച്ച് അവൻ വെള്ളത്തിനകത്ത് തന്നെ ബോധം കിട്ടി വീഴും. അവനെ നിലംപരിശാക്കി ഇവൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ക്യാമറ കില്ലറുടെ കയ്യിൽ ചെന്ന് പെട്ടു. അവൻ എവിടെയാണ് ഈ ഡിസ്കറ്റ്, അതായത് ഫ്ലോപ്പി ഡിസ്ക്, അത് എവിടെയാണ് എഴുതി കാണിക്കുന്നു പറഞ്ഞിട്ട് പേപ്പറും പെൻസിലും കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് മനസ്സിലാവില്ല ഏത് ഫ്ലോപ്പിയെ കുറിച്ചാണ് അവൻ ചോദിക്കണേന്ന്. ഇവൾക്ക് മനസ്സിലാവില്ല. ഏതാണെന്ന് പറയടാ, എനിക്കറിയില്ല എന്ന് അവൾ എഴുതി കാണിക്കുമ്പോൾ ഇവൻ പുറകിൽ നിന്ന് അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. കയ്യിലെ പെൻസിൽ വെച്ച് അവൻ അവളെ ആഞ്ഞു കുത്തും. അപ്പൊ ക്ഷമ കെട്ട കില്ലറ് കത്തി കൊണ്ട് ഇവൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആരോ കില്ലറെ മണ്ടയ്ക്കടിച്ച് വീഴ്ത്തുന്നു. നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരൻ. അയാൾ പറയും, എന്റെ പേര് അലക്സാണ്ടർ എന്നാണ്, ഞാനൊരു പോലീസുകാരനാണ്. പെട്ടെന്ന് വസ്ത്രമല്ല എടുത്തോ, നമുക്കിവിടെ നിന്ന് ഇറങ്ങണം, നമ്മുടെ പുറകെ ആൾക്കാരുണ്ട്, ഞാൻ കാറി വെച്ച് എല്ലാം പറയാന്ന് പറഞ്ഞ് പോലീസുകാരൻ ഇവളെയും വിളിച്ച് എത്രയും പെട്ടെന്ന് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവര് വരുന്ന സമയത്താണ് ചേച്ചിയും ചേട്ടച്ചനും അങ്ങോട്ട് വരുന്നത്. അവര് കാണാതെയായിരിക്കും പോലീസുകാരൻ ഇവളെ കൊണ്ടുപോകുന്നു. അപ്പൊ തന്നെ പോലീസുകാരനോട് നമുക്കൊരു സംശയം തോന്നും. പുള്ളിക്കാരൻ ഹീറോയിനെയും കാറി കയറ്റി കൊണ്ടുപോകുമ്പോൾ അതിന് പുറകെ തന്നെ മെയിൻ വില്ലൻ റീപ്പറുടെ വലം കൈ ആ തൊപ്പിക്കാരൻ തടിയൻ, അയാളും പുറകെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ചേച്ചിയും കെട്ടിയവനും ഹീറോയിന്റെ മുറിയിലേക്ക് വരുന്നത്. അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പന്തികേട് നടന്നു എന്നുള്ളത്. ഇയാൾ പോലീസിനെ വിളിക്കാൻ നേരം ക്യാമറ കില്ലർ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് ചേച്ചി വിളിക്കുന്നുണ്ട് അയാൾ മാറി രക്ഷപ്പെട്ടു. വീണ്ടും കില്ലർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവരോടി അകത്തെ മുറി കയറി വാതിൽ കുറ്റിയിട്ടു. ഈ മേലത്തെ ഫ്ളാറ്റിൽ നിന്ന് തടോ പുടോ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് താഴത്തൊരു താമസക്കാരൻ മൊട്ടമാമൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോഴാണ് 2 പോലീസുകാർ ഈ മുറിയിലേക്ക് വരുന്നത്. അവരെ കണ്ട് ഈ ക്യാമറ കില്ലർ പേടിക്കില്ല. അവരാ മുറിയിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ ചേച്ചിയും ചേട്ടച്ചനും. സോ ഈ പോലീസുകാരും വില്ലന്റെ ട്രൂപ്പാണെന്ന് തോന്നണേ. എന്നാൽ അവര് തമ്മി കണ്ണ് കാണിച്ച് ഈ ക്യാമറ കില്ലറെ കൊന്നുകളയുന്നുണ്ട്. ചിലപ്പോൾ അവന്റെ ആവശ്യം കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഈ നേരത്ത് കാറിലുള്ള ഹീറോയിനോട് പോലീസുകാരൻ പറയും, ഫോൺ വീഡിയോയിൽ കൊല്ലപ്പെട്ട പെണ്ണിനെ നീ കണ്ടില്ലേ, അവളെ ക്യാമറ കില്ലർ വശീകരിച്ച് കൊണ്ടുപോയതാണ്. ഈ ക്യാമറ കില്ലറുടെ കയ്യിൽ ഒരു ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. അത് അവൻ ആ പെണ്ണിന്റെ കയ്യിലായിരുന്നു കൊടുത്തു വെച്ചിരുന്നത്. ആ ഫ്ലോപ്പി ഡിസ്ക് മുഴുവൻ റീപ്പർ എന്ന മാഫിയ ഗ്യാങ്ങിനെ പറ്റിയിട്ടുള്ള കൊലപാതക വിവരങ്ങളാണ്. ആ ഫ്ലോപ്പി ഡിസ്ക് വെച്ച് ഈ ക്യാമറ കില്ലർ റീപ്പറിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പണത്തിന് വേണ്ടി. സോ പെണ്ണുങ്ങളുമായിട്ടുള്ള സെക്സും കൊലപാതകവും വീഡിയോ എടുത്ത് ഇവര് റീപ്പർക്ക് വിറ്റിട്ടുണ്ട്. എന്നാൽ അതേസമയം കൂടുതൽ പണത്തിന് വേണ്ടി ഇവര് റീപ്പറെ തന്നെ ആ വിവരങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ റീപ്പർക്ക് ആ ഫ്ലോപ്പി ഡിസ്ക് വേണം. എന്നാൽ ആ പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിയുടെ തിരോധാനത്തിന് ശേഷം ആ ഫ്ലോപ്പി ഡിസ്ക് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ നിന്റെ ഓർമ്മയിൽ അതുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയും പോലീസുകാർ. ഈ നേരത്ത് ചേച്ചീനെയും ചേട്ടച്ചാരെയും പിടിച്ചു വെച്ച 2 പോലീസുകാർ അവരും ഇവരോട് ചോദിക്കുന്നുണ്ട് ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന്. ഡയറക്ടർ പറയും, ഞങ്ങൾക്ക് ഫ്ലോപ്പി ഡിസ്കിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഈ സമയം ഇവിടെ ഹീറോയിൻ ആലോചിച്ച് നോക്കാണ്, താൻ അന്ന് കണ്ട സീനിൽ എവിടെയെങ്കിലും ഫ്ലോപ്പി ഡിസ്ക് പോലുള്ള സംഭവം കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. ഇവൾ ആ സ്റ്റാൻഡ് തട്ടിയിട്ട സമയത്ത് അതിൽ തൂക്കിയിട്ടിരുന്ന ആ ലേഡിയുടെ വസ്ത്രം, കോട്ട്, ആ കോട്ടിനകത്തുനിന്ന് ഫ്ലോപ്പി ഡിസ്ക് പോലുള്ള ഒരു സാധനം തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു അലമാരയ്ക്കടിയിലേക്ക്. ഇത് മനസ്സിലാക്കിയ ഉടനെ ഹീറോയിൻ പോലീസുകാരനോട് പറയും, എനിക്കറിയാം അത് എവിടെയാണെന്ന്, ഞാൻ എഴുതി കാണിക്കാന്ന് പറഞ്ഞ് ഇവള് പേപ്പർ എടുക്കുന്നു. അപ്പോഴാണ് ഇവരെ കാറ് പോലീസ് വണ്ടിയും മറികടന്ന് പോകുന്നത് ഹീറോയിൻ ശ്രദ്ധിക്കുക. ഇയാള് പോലീസുകാരനാണെങ്കിൽ ആ കാണുന്ന പോലീസുകാരെ ഇൻഫോം ചെയ്യണം, അവരെ സഹായത്തിന് വിളിക്കണം. അങ്ങനെ ഇയാൾ ചെയ്യുന്നില്ല. ഇവൾ എഴുതി ചോദിക്കും, താൻ എന്താ പോലീസുകാരെ വിളിക്കാത്ത, പോലീസുകാരുടെ സഹായം തേടാത്തതെന്ന്. അപ്പൊ ഈ പോലീസ് പറയും, ഞാനിപ്പോ അണ്ടർ കവർ ഓപ്പറേഷനില്ല, റീപ്പറുടെ ഗ്യാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നാണ് റീപ്പർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അയാളെ പറ്റിച്ച് അയാളെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ അയാളെ കൊടുക്കാൻ വേണ്ടി അണ്ടർ കവറിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം റീപ്പറെ സഹായിക്കുന്ന പോലീസുകാർ ഇവിടെ ഉണ്ട് എന്ന് ഇയാൾ പറയും. പക്ഷെ ഹീറോയിൻ വിശ്വസിക്കില്ല. അയാളുമായിട്ട് അടിയുണ്ടാക്കി വണ്ടി ഇപ്പൊ തന്നെ നിർത്തണം എന്ന് പറയും. വണ്ടി ഡാഡി നിർത്തുന്ന സമയം അയാളെ ക്രോച്ചിനിട്ടൊരു ചവിട്ട് കൊടുത്തിട്ട് പുള്ളി ഹാൻഡ് കഫ് ഇട്ട് വണ്ടി തന്നെ ലോക്ക് ചെയ്ത് ഇവള് പുറത്തേക്ക് ഓടിപ്പോവും. എന്നാൽ ഈ ഓടിപ്പോകുന്ന പെണ്ണിന് പുറകെ വേറെ കുറെ വില്ലന്മാര് വരുന്നുണ്ട്.
പക്ഷെ പോലീസുകാരൻ വിട്ടുകൊടുക്കുന്നില്ല. അയാൾ ഹാൻഡ് കഫ് ഇട്ട് കെട്ടിവെച്ചിരുന്നാലും പുള്ളിക്കാരൻ കാർ ഓടിച്ച് ഇവളെ പിടിക്കാൻ വരുന്ന വില്ലന്മാരെയൊക്കെ ഇടിച്ചിട്ടിട്ട് കാറിനകത്തേക്ക് കയറ്, അല്ലെങ്കിൽ അവർ നിന്നെ കൊന്നുകളയും, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് കാറിനകത്തേക്ക് കയറ്റും. ഇപ്പൊ രക്ഷയ്ക്ക് എന്തായാലും ആ കാറിനകത്ത് കയറിയാലേ നടക്കുള്ളൂ എന്നുള്ളത് പെണ്ണിന് മനസ്സിലായി. അവള് കാറിനകത്ത് കയറി. പോലീസുകാരൻ പറയും, നമുക്ക് ഈ കാർ ഓടിച്ച് എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല, നീ ആ ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കും, അത് എവിഡൻസ് ആണ്, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇവളത് സ്റ്റുഡിയോയിലുണ്ടെന്നും പറഞ്ഞ് എഴുതി കാണിക്കും. ഇവർ സ്റ്റുഡിയോയിലേക്ക് പോവാ. ഈ നേരത്ത് ചേച്ചീനെയും ചേട്ടനെയും പിടിച്ചു വെച്ചിരിക്കുന്ന പോലീസുകാർ അവർക്ക് മോളിൽ നിന്ന് ആരോ റിപ്പോർട്ട് കൊടുക്കും ചേട്ടനെയും ചേച്ചീനെയും കൊന്നുകളയാൻ വേണ്ടിയിട്ട്. അവന്മാര് ചേട്ടനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ചേച്ചി കാർപ്പറ്റ് വലിച്ച് ഒരു പോലീസുകാരനെ നിലത്തേക്ക് തള്ളിയിടും. അപ്പൊ അയാളെ കയ്യിലുള്ള തോക്കറിയാതെ പൊട്ടിയിട്ട് മറ്റേ പോലീസുകാരൻ സ്പോട്ടിൽ തന്നെ ഡെഡാവും. ബാക്കിയുള്ള പോലീസുകാരനെ മണ്ടയ്ക്കടിച്ച് ബോധം കെടുത്തി ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പോഴേക്കും അയൽക്കാരൻ മൊട്ടമാമൻ ഇവരെ മുറിയിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്ന കേട്ടിട്ട് ഇന്ന് ചോദിച്ചേ തീരുമെന്ന് പറഞ്ഞിട്ട് ഇവരടുത്തേക്ക് വരുന്നുണ്ട്. ഈ നേരത്ത് ഈ പോലീസുകാരുടെ വയർലെസ്സിൽ കൂടെ വില്ലന്മാരെല്ലാം സ്റ്റുഡിയോയിലേക്കാണ് പോണേന്നുള്ളത് നമ്മുടെ ചേട്ടനും ചേച്ചി മനസ്സിലാക്കി. ഇവരും സ്റ്റുഡിയോയിലേക്ക് പോകാൻ തീരുമാനിച്ചു നിൽക്കുക. അപ്പോഴാണ് അയൽക്കാരൻ മൊട്ടമാമൻ വരുന്നത്. എന്താടോ ഇവിടെ ബാളെന്ന് ചോദിച്ചിട്ട്. ചുറ്റിലും കുറെ പേര് ചത്തു കിടക്കുന്ന കാണുമ്പോൾ, സോറി ഞാൻ വഴിതെറ്റി വന്നതാ, ഒരു വാനമ്പാടിയാ, ഞാൻ തിരിച്ചെന്റെ മാളത്തിലേക്ക് പോയിക്കോളാം, നിങ്ങളെ ശല്യം ചെയ്യേയില്ല, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡാഡി അവിടുന്ന് ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടം. അയാൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ അവിടുന്ന് ഓടി നേരെ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. ഈ സമയത്ത് പോലീസുകാരൻ ഹീറോയിനെയും വിളിച്ച് സ്റ്റുഡിയോയ്ക്കകത്തേക്ക് കയറും. എന്നിട്ട് ചുറ്റുമുള്ള എല്ലാ വാതിലുകളും ലോക്ക് ചെയ്യുന്നു. ഇവരകത്ത് കയറി 1 മിനിറ്റ് ആയില്ല, കുറേയധികം കാറുകൾ വന്ന് സ്റ്റുഡിയോന് ചുറ്റും നിരന്നു നിൽക്കാൻ തുടങ്ങും. അതെല്ലാം വില്ലന്മാരാ. ഇതേ നേരത്താണ് ചേട്ടനും ചേച്ചി അങ്ങോട്ട് വരുന്നത്. അവർ വില്ലന്മാരെ കാണുമ്പോൾ ഒളിച്ചും പാത്തും സ്റ്റുഡിയോന് പുറകിലേക്ക് വരും. നമ്മുടെ തൊപ്പിക്കാരൻ തടിയൻ, വില്ലന്മാരിലെ തടിയൻ, അയാളും പുറകിലെ വാതിലിൽ കൂടെയാണ് സ്റ്റുഡിയോയ്ക്കകത്തേക്ക് കയറുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ വാതിലുകളും ലോക്കായിരിക്കും. ഇവിടെ അകത്ത് കയറിയ ഹീറോയിൻ ആ ഫ്ലോപ്പി ഡിസ്ക് എടുത്ത് നമ്മുടെ പോലീസുകാരന് കൊടുക്കാൻ പോവാണ്. അപ്പോഴാണ് പുറകിൽ നിന്ന് തടിയൻ ഈ പെണ്ണിനെ കയറി പിടിക്കുന്നത്. എന്നിട്ട് വെൽ ഡൺ ബോയ്, നീ പറഞ്ഞ കാര്യം സാധിച്ചു എന്ന് പോലീസുകാരനോട് പറയും. പോലീസുകാരൻ ചിരിച്ച്, ഈ ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടി ഞാൻ ഇത്ര നേരം അഭിനയിക്കുകയായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു, ഇനി റീപ്പറെ നീ കാണും, റീപ്പർ ആര് കണ്ടാലും അവർക്ക് മരണമായിരിക്കും അടുത്ത വിധിയായിട്ട് വരിക, മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ട് പോലീസുകാരൻ ചിരിക്കുമ്പോൾ ഇവള് പോലീസുകാരന്റെ മുഖത്തേക്ക് തുപ്പും. അയാൾ ചതിക്കാന്നുള്ളത് ഇവൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തടിയൻ ഈ പെണ്ണിനെ നിന്റെ കൈകൊണ്ട് എന്നെ കൊന്നുകളയെന്ന് പറയുമ്പോൾ പോലീസുകാരൻ തോക്കെടുത്ത് മടക്കി പിടിച്ച് നമ്മുടെ പെണ്ണിനെ അടിക്കുന്ന പോലെ തടിയന്റെ മണ്ടയിലടിച്ച് അയാൾ ഓഫാക്കി കളയും. ഈ നേരത്ത് നമ്മുടെ ചേട്ടൻ റൗഡി കാണെ മൂത്രം ഒഴിക്കാൻ വേണ്ടി മാറി നിൽക്കുക. അപ്പൊ റൗഡി ചോദിക്കും, താൻ ആരാടാ, അവിടെ എന്താ ചെയ്യണേന്ന്. ചേട്ടൻ പറയും, ഞാൻ മൂത്രം ഒഴിക്കുക, നീ ഒന്ന് സഹായിക്കുമെന്ന്. ഉടനെ റൗഡി, നീ എന്ത് പറഞ്ഞടാ, ഇപ്പൊ കാണിച്ചുതരാന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരിക. ഈ ഇറങ്ങി വരുന്ന സമയം ചേച്ചി ഒളിച്ചിരുന്ന് റൗഡിയുടെ കാലേ വാരി അവനെ നിലത്തേക്ക് അടിച്ചു വീഴ്ത്തും. കാലേവാരനെ അവള് മിടിക്കുക. അങ്ങനെ അയാളെ ബോധം കെടുത്തി പിൻവാതിലൂടെ ഇവരും സ്റ്റുഡിയോയ്ക്കകത്തേക്ക് കയറുന്നു. അത് കഴിയുമ്പോഴാണ് മെയിൻ വില്ലൻ വലിയ കാറുമായിട്ട് ഈ സ്പോട്ടിലേക്ക് വരുന്നത്. ഇവിടെ പോലീസുകാരൻ ഹീറോയിനെ പതിയെ സ്റ്റുഡിയോയുടെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്, തോക്ക് പുറകെ വെച്ചിട്ട്. ഇത് കാണുമ്പോൾ ചേച്ചി ചേട്ടനോട് അനിയത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസുകാരനെ ഷൂട്ട് ചെയ്യാൻ പറയും. ചേട്ടൻ അയാളെ പല ഭാഗത്ത് മാറി നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരൻ പെണ്ണിനെയും കൊണ്ട് മറിഞ്ഞ് അവസാനം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ നിൽക്കുമ്പോൾ ചേച്ചി ചാടി വീണ് ഈ പോലീസുകാരന്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അനിയത്തിയോട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, പില്ലി ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട്. അനിയത്തി സ്റ്റുഡിയോന്ന് വെളിയിലേക്ക് ഓടി വരുമ്പോൾ അവിടെ നിറച്ചും വില്ലന്റെ റൗഡികൾ, എല്ലാവരുടെ കയ്യിലും കണ്ണുണ്ട്. ഇപ്പൊ മെയിൻ വില്ലൻ റീപ്പർ പോലീസുകാരനോട് പറയും, ലാർസൺ അവളെ കൊന്നുകളഞ്ഞേക്ക്, നിന്റെ കൈകൊണ്ട് തന്നെ അവളെ കൊന്നുകളഞ്ഞേക്ക്. പോലീസുകാരൻ പുറകെ നിന്ന് നമ്മുടെ പെണ്ണിന്റെ ശരീരത്തേക്ക് തുരുതുരാ നിറയൊഴിക്കുന്നു. 4-5 വെടി പൊട്ടി അവള് മരിച്ച് നിലത്തേക്ക് വീഴും, രക്തം വാർന്നൊലിക്കും. അപ്പൊ പോലീസുകാരൻ ചിരിച്ചോണ്ട് ആ ഫ്ലോപ്പി ഡിസ്ക് വില്ലന് കാണിച്ചു കൊടുക്കുന്നു. വില്ലനും ചിരിച്ചോണ്ട്, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് റൗഡികളെ മുഴുവൻ വിളിച്ച് ആ സ്റ്റുഡിയോന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ സ്റ്റുഡിയോയ്ക്കകത്ത് നമ്മുടെ ചേച്ചിയാണെങ്കിൽ, നീ എന്റെ അനിയത്തിയെ കൊന്നല്ലടാ, നിന്നെ ഞാൻ വിടില്ലെന്നും പറഞ്ഞ് പോലീസുകാരനെ പൊതിരെ തല്ലും. എന്നിട്ട് കെട്ടിയോന് തോക്കും കൊടുത്ത്, ഈ പോലീസുകാരനെ കൊന്നേക്ക്, ഇനി ഇവൻ ജീവനോടെ പാടില്ല, ഞാൻ എന്റെ അനിയത്തിയെ ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അനിയത്തിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്, അനിയത്തി മരിച്ചിട്ടില്ല, അവള് സിനിമയ്ക്കിടുന്ന സെറ്റ് കെട്ടിവെച്ചിട്ടാണ് മരിച്ചതുപോലെ അഭിനയിച്ചത്. ഇവർക്കൊന്നും മനസ്സിലാവില്ല. അനിയത്തി പറയും, ഇയാള് പോലീസുകാരനാ, അണ്ടർ കവർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഇയാളുടെ ഐഡിയ പ്രകാരമാണ് ഞാൻ മരിച്ചതുപോലെ അഭിനയിച്ചത്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പം വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു, എവിഡൻസ് പോലീസുകാരന് കിട്ടുകയും ചെയ്തു. ഇനി ആ റീപ്പറെ പൂട്ടാം. റഷ്യയിലൊന്നും അങ്ങനെ മാഫിയാക്കാരെ എളുപ്പത്തിൽ പൂട്ടാൻ പറ്റില്ല, സോളിഡ് എവിഡൻസ് വേണം. ഇപ്പത് പോലീസുകാരന്റെ കയ്യിലുണ്ട്. പക്ഷെ പോലീസുകാരൻ പറയും, എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്ന് അതേ സ്പോട്ടി വെച്ചിട്ട് തന്നെ കില്ലർ ഫ്ലോപ്പി ഡിസ്ക് വാങ്ങാതെ പോയത്?
ഇത് പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഹീറോയിന്റെ നെഞ്ചിലേക്ക് അടുത്തൊരു വെടി പൊട്ടുന്നുണ്ട്. നമ്മൾ പേടിച്ച് വിറച്ചു പോകും. പക്ഷേ ഈ സംവിധായകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പൊട്ടിയതും ഒറിജിനൽ വെടിയല്ല, നമ്മുടെ ചേട്ടനൊന്ന് റിമോട്ട് കൊണ്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയതാ. മരിക്കാൻ കിടക്കുമ്പോഴാണ് അവന്റെ അമ്മായിയച്ഛന്റെ വിളയാട്ട്. ആ തമാശ പറഞ്ഞ് അവർ ചിരിച്ചതിന് ശേഷം പോലീസുകാരൻ ഈ റീപ്പറുടെ വിറ്റ്നസ് ആയിട്ടുള്ള തൊപ്പിത്തടിയനെയും കാറി കയറ്റി നമ്മുടെ പിള്ളേർക്കും ടാറ്റ കൊടുത്തിട്ട് പോവാണ്. പക്ഷെ കാറി കയറിയ തൊപ്പിത്തടിയന്റെ മുഖത്തെ വെപ്രാളം കാണുമ്പോൾ ഹീറോയിന് മനസ്സിലാവും സംഭവം സംതിങ് റോങ് ആണ്. ആ കാറിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവര് പറയുന്നതിന് മുന്നേ പോലീസുകാരൻ കാർ എടുത്തു. ഹീറോയിൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചേട്ടൻ നിലവിളിക്കുകയാണ്, സാറേ ആ കാറിൽ പോവല്ലേ, കാറിൽ നിന്ന് ചാടിക്കോ, അതിനകത്ത് ബോംബുണ്ടെന്ന്. ഇവര് പറഞ്ഞു തീരുമ്പോഴേക്കും ഭാഗ്യത്തിന് പോലീസുകാരൻ ആ കാറിൽ നിന്ന് എടുത്ത് ചാടി. ബോംബ് പൊട്ടിത്തെറിക്കും. പോലീസുകാരനും തെറിച്ചു വീഴുന്നു. ഒരു സെക്കൻഡ് ഇവര് പേടിച്ചിട്ട് നോക്കുമ്പോൾ പോലീസിനൊന്നും പറ്റിയിട്ടില്ല. അണ്ണൻ ഉഷാറാണ്. ഇനി ഇപ്പൊ അടുത്ത സീനെന്താ? റീപ്പറെ വൻ പടയോടെ ചെന്ന് പിടിക്കുക. എന്നാൽ അവരത് കാണിക്കുന്നില്ല. ഈ പോലീസുകാരൻ രക്ഷപ്പെട്ടതോടും കൂടെ സിനിമ തീർക്കാണ്. പക്ഷെ എനിക്ക് തൃപ്തിയായില്ല. നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും തൃപ്തിയല്ല. നമുക്ക് ആളെ പിടിക്കണം, ഒന്നില്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ മുഖത്ത് നോക്കി 4 വർത്താനം പറയണം. എന്നിട്ട് തിരിഞ്ഞടക്കുമ്പോൾ ഒരു സ്ലോ മോഷൻ മ്യൂസിക് ഇട്ട് BGM ഒക്കെ കൊടുത്ത് ഒരു രസമാക്കണം. അതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് അങ്ങ് ഇനിയിപ്പം നടക്കുന്നത് നിങ്ങൾ ഊഹിച്ചോ എന്നും പറഞ്ഞു ഊഹിപ്പിച്ചു. അതത്ര ശരിയായില്ല. എന്നാലും ഇത്രയും ദൂരം കൊണ്ടുവന്നല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും നേരം ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയല്ലോ, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ധന്യവാദ് ജി. അങ്ങനെ മ്യൂട്ട് വിറ്റ്നസ് അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ മോശപ്പെട്ടൊരു ന്യൂസ് ഞാൻ കാണുന്നത്. ഈ ഇടയായി അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. അത് എന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് വയലന്റ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ ഇനി ചെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. കൂടുതൽ വയലൻസ് ഉള്ളത് വേണ്ട. കാണാൻ കുറെ പേരുണ്ട്, വെമ്പലുണ്ടെങ്കിലും അത് സോഷ്യലി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒരു ആവറേജ് ടൈപ്പുള്ള മൂവീസ് ഇനി ഞാൻ ചെയ്യുള്ളൂ. ഹാപ്പി ആയിട്ട് പോവാം. പിന്നെ കോമഡി ഫിലിംസ് ഒരുപാട് കിട്ടുന്നില്ല. നല്ല മൂവീസുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള സിനിമകൾ കൂടുതലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ. അപ്പോൾ അടുത്തൊരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.